ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ചക്ക വെച്ചുങ്ങാണ്ട് ചക്കപ്പം ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം അതിന് വേണ്ടി ഞാൻ കുറച്ച് ചക്ക ഇട്ടെടുത്തിട്ട് ഈ ചക്ക തോലൊളിച്ച് അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ കളഞ്ഞ് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടുങ്ങാണ്ടൊന്ന് ചെറുതാക്കിയാണ്ട് ഇട്ടിട്ടാട്ടോ, അല്ലെങ്കിൽ അരഞ്ഞു കിട്ടാൻ ഭയങ്കര ഇതല്ലേക്കര. അപ്പം അങ്ങനെ നുറുക്കി ഇട്ടിക്കുക കേട്ടോ. അപ്പം അതിക്ക് ഞാൻ കുറച്ച് ചെറിയ ജീരകം പിന്നെ വറുത്തു ഇട്ടിക്കണം കേട്ടോ. എന്നിട്ട് അതൊന്ന് അരച്ചെടുത്തു. ഇനി അത് നമുക്കൊരു പാത്രത്തേക്ക് മാറ്റാം. ഈ പാത്രത്തിൽ നമുക്കിത് കൂട്ടിയേക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ചക്ക കുറേ എടുത്താൽ വെറും ചക്കൻ്റെ ഒരു ചൊയ മാത്രമേ കരം, അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ശർക്കരപ്പാനി ഉണ്ടാക്കിയേക്കണേ. അതേമാതിരി ഇതിലേക്ക് കൂട്ടാൻ അരിപ്പൊടിയൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി ആട്ടോ എടുത്തിക്കണം. അതൊന്ന് നന്നായി അരിച്ചൊക്കെ വെച്ചിരിക്കണം. ഇനി അതും ഈ ശർക്കരപ്പാനി കൂട്ടിങ്ങാണ്ട് ആദ്യം ചക്ക അടിച്ചതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി അതിൻ്റെ കട്ടയൊക്കെ ഉടച്ചിട്ട് അതിക്ക് നമുക്ക് ഈ ഗോതമ്പപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുമോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ആദ്യം ഒരു ചാനൽ ഉണ്ടായിരുന്നു, ആ ചാനൽ പോയി. അത് 90 വീഡിയോസൊക്കെ ഇട്ടീനു. അപ്പോൾ അത് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ആ ചാനൽ തന്നെയാണ് ഈ ചാനൽ, പക്ഷേ പേര് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി എന്നുള്ളൂ കേട്ടോ. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ കുറേ വ്യൂ ഉണ്ടായിരുന്നു, കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായിരുന്നു, കുറേ കൂട്ടുകാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ളതിനു. സാരല്ല, അതുപോലെ ഇനി എല്ലാവരും സഹായിച്ചാൽ മതിയല്ലോ അല്ലേ. അപ്പോൾ ഇതാ ചക്ക ഇതാക്കി അതിക്ക് ഞാൻ ആ ഗോതമ്പപ്പൊടി ഇട്ടുങ്ങാണ്ട് അതിക്കൊരു നുള്ളു ഉപ്പ് ഇട്ടിക്കണം കേട്ടോ. ഇനി അത് നല്ല ഇളക്കി എടുക്കാം. പിന്നെ എന്തൊക്കെ വിശേഷങ്ങൾ, ഇത് ഏലക്ക പൊടിച്ചതുണ്ടായിരുന്നു, ആ ഏലക്ക പൊടിച്ചതും അതിലിട്ട് കൊടുക്കുന്നുണ്ട്. ചാനൽ പോയിട്ട് 5-6 ദിവസം ആയിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ചെറുതാക്കി കൊത്തിയരിഞ്ഞ് ഇട്ട് കൊടുത്തിരിക്കണം. അതിങ്ങനെ അതിലിങ്ങനെ കളിച്ചാനൊരു രസത്തിന് കേട്ടോ. പിന്നെ അതിക്ക് ഞാൻ കൂട്ടി കൊടുക്കണത് പറഞ്ഞാൽ രാവിലെ ദോശക്ക് മാവുണ്ടായിരുന്നു. ആ മാവ് ഇച്ചിരി കൂടുതലുണ്ടായിരുന്നു. ഞാൻ 2 ദിവസത്തിനൊക്കെ ഇങ്ങനെ ആക്കി വെക്കലുണ്ട്. അപ്പോൾ ആദ്യത്തെ കുറച്ച് മാവുണ്ടായിരുന്നു. ആ മാവ് ഇതിലേക്ക് ഒഴിച്ചങ്ങാണെങ്കിൽ നമുക്കിത് നമ്മൾ നെയ്യപ്പമൊക്കെ ചുടുന്ന പോലെ തന്നെ, പക്ഷെ നെയ്യപ്പത്തിന് എടുക്കണ അത്ര കൂറ്റുകൊണ്ട് ഈ കൂട്ടി വെച്ചത് നമ്മൾ കുറച്ച് അയച്ച് വെക്കരുത്, കുറച്ച് ടൈറ്റാക്കിയാണ്ടാണ് കേട്ടത്. അങ്ങനെ അതിട്ട് കുറച്ച് സോഡപ്പൊടി ഇടണം എന്നൊന്നുമില്ല. നമ്മൾ അപ്പം സോഡയൊക്കെ കൂട്ടിങ്ങാണ്ടിനല്ലേ പിന്നെ ദോശക്ക് വെക്കുക. അപ്പോൾ അതിലേക്കൊരു നുള്ളിട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ ഇതെല്ലാം കൂട്ടി ഇതാക്കി ഇനി നമുക്കിത് കുറച്ച് സമയത്തിന് പിന്നെ മാറ്റി വെക്കാം, ഒരു മണിക്കൂറൊക്കെ. എന്നിട്ട് നമുക്കിത് ചൂടാട്ടോ. അപ്പം അങ്ങനെ മാറ്റി വെക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു മണിക്കൂറിലേറെയൊക്കെ അയക്കണ് ഞാൻ. ബാക്കിലെല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പത്തിന് കുട്ടികളെ കൊണ്ടുവരാനാകുമ്പോഴത്തേന് ഇത് പിന്നെ ആകണല്ലോ എഴുതിയാണ്ട് 2 മണിയൊക്കെ ആയപ്പോൾ 2-2:15 ഒക്കെ ആയപ്പോൾ നമ്മളിത് ചൂടാൻ നോക്കി ആയതാട്ടോ, അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ടുവരാൻ പോകാനാവില്ല. അപ്പം അങ്ങനെ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് ഒരു പാൻ അടുപ്പത്ത് വെച്ചിരിക്കണം. എന്നിട്ട് ഇങ്ങനെ നമ്മൾ നെയ്യപ്പം പോലെ ചുട്ട് എണ്ണയിൽ മുക്കിങ്ങാണ്ടായി പൊന്തി വന്ന മകൾക്ക് പറ്റൂല കേട്ടോ. ഓക്ക് അത് നെയ്യപ്പാന്നും പറഞ്ഞ് തിന്നൂല. അപ്പം ഇങ്ങനെ അത് കട്ലേറ്റൊക്കെ ഉണ്ടാക്കണ പോലെ കുറച്ച് പെരത്തിയൊക്കെ ഉണ്ടാക്കി, എന്നാലും നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളിയാണ്. അപ്പം ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ചക്ക വെച്ചുങ്ങാണ്ടാണ്, ചക്ക കഴിയുമ്പോഴത്തേനൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക്, ഷെയർ, കമൻറ്റൊക്കെ തരിക. ആദ്യത്തെ വീഡിയോ തന്നെയാണ്, പക്ഷേ ഇപ്പോൾ കുറച്ച് മാറ്റം വരുത്തിയെന്നുള്ളൂ. അപ്പം ഇനി പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ നാളെയൊക്കെ അങ്ങോട്ട് പുതിയ വീഡിയോസായിട്ട് വരും. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാ
ഒക്കെ ചുട്ടു കേട്ടോ. ചുട്ട് എടുത്തു. നല്ല അടിപൊളിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇടയിൽ അണ്ടിപ്പരിപ്പൊക്കെ കടിച്ചാണ്ടായതുകൊണ്ടേ അടിപൊളിയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമല്ലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആദ്യത്തെ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം അതാ ഒരുപാട് ഉണ്ടാക്കിയിരുന്നു കേട്ടോ. കുറേ ഉണ്ടായിരുന്നു. അപ്പം അതാ ഫുള്ളും ചുട്ട് കഴിഞ്ഞു. കൂടുതൽ എണ്ണയൊന്നും വേണ്ട ഇങ്ങനെ ആകുമ്പോൾ. പിന്നെ അപ്പോൾ നാളെ ഞങ്ങൾ വീഡിയോ വരാം. അസ്സലാമു അലൈക്കും.